സംസ്ഥാനത്തെ കടുത്ത ചൂട് ഒരാഴ്ച കൂടി തുടരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഏപ്രിൽ അവസാനത്തോടെ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. അറബിക്കടലിൽ നിന്ന് വീശിയടിക്കുന്ന ചൂട് കാറ്റും താപനില കൂടാൻ കാരണമായിട്ടുണ്ട്. ഹ്യൂമിഡിറ്റി കൂടിയതിനാൽ പുറത്തിറങ്ങുന്ന ഒരാൾക്ക് അനുഭവപ്പെടുന്നത് യഥാർത്ഥ താപനിലയേക്കാൾ 5 ഡിഗ്രി വരെ ചൂടിന്റെ കാഠിന്യമാണ് എന്നും കുസാറ്റ് റഡാർ റിസർച്ച് സെന്ററിലെ ഡോക്ടർ എസ് അഭിലാഷ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലേക്ക് സഞ്ചരിക്കുന്ന പാതയിൽ കേരളത്തിന് മുകളിൽ, പ്രത്യേകിച്ചും കൊച്ചിയുടെ മുകളിൽ സൂര്യൻ്റെ ലംബമായ കിരണങ്ങൾ എത്തുന്ന സമയമാണ് ഏപ്രിൽ. അതെല്ലാ വർഷവും സംഭവിക്കുന്നതാണ്. പക്ഷേ ഈ വർഷം ആ സമയത്തുള്ള അന്തരീക്ഷ ഘടകങ്ങളും കൂടെ ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. പ്രത്യേകിച്ചും മഴമേഘങ്ങളുടെ ഒരു സാന്നിധ്യമില്ലാത്തത് ഈ അൾട്രാവയലറ്റ് കൂടിയ കിരണങ്ങളെ നമ്മുടെ സർഫസിലെത്തിക്കും. കാരണം UV ഇൻഡെക്സ് അതുകൊണ്ടാണ് കൂടി നിൽക്കുന്നത്. UV ഇൻഡെക്സ് അതുകൊണ്ട് ഏകദേശം 8 മുകളിലാണ്. 8 മുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഡേഞ്ചറസ് സോണാണ്. അത് ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സൺബേൺ അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതായത് 38 ഡിഗ്രിയോളം താപനിലയും 50% ഹ്യൂമിഡിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡി ഫീൽ ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു ഹീറ്റ് എന്ന് പറയുന്നത് 50 ഡിഗ്രിക്ക് അല്ലെങ്കിൽ 45 ഡിഗ്രി 50 ഡിഗ്രിക്ക് അടുത്തായിരിക്കും. അപ്പം നമുക്ക് അനുഭവവേദ്യമാകുന്ന ചൂടാണത് സൂചിപ്പിക്കുന്നത്. അല്ലാതെ താപനില 50 ഡിഗ്രി ഒരിക്കലും ആകില്ല. അപ്പം ഇത്രയും മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്, പല ഘടകങ്ങൾ ഒരു സമയത്ത് ഒരേപോലെ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രത്യേകിച്ചും ഈ ഒരു ഏപ്രിൽ മാസത്തിൽ നമ്മുടെ കേരളത്തിൽ അതികഠിനമായിട്ടുള്ള ചൂട്, അതുകൊണ്ടുണ്ടാകുന്ന ആഘാതവും കൂടിക്കൊണ്ടിരിക്കുന്നത്. മഴയുടെ സാധ്യത ഇപ്പോഴൊന്നും കാണുന്നില്ല. കാരണം ഈ ഒരാഴ്ച ഒരു 4-5 ദിവസവും ഈ ഒരു പാറ്റേൺ തന്നെ നമ്മൾ ചൂട് കൂടുമെന്നല്ല, ഈ ഒരു ലെവലിൽ ചൂടും അതിൻ്റെ പ്രശ്നങ്ങളും നിലനിൽക്കണം. ഇത് മാറണമെങ്കിൽ ഇനിയിപ്പം നമ്മളൊരു പ്രീ മൺസൂൺ മഴ ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ്യിലൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്.